ടോമിനെതിരായ അൻസിബയുടെ പരാതി ചർച്ച ചെയ്യാതെ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം. പ്രസിഡന്റ് ശ്വേത മേനോനാണ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ച ചെയ്യേണ്ടതെന്ന് നിലപാടെടുത്തത്. മറ്റംഗങ്ങൾ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും ശ്വേത എതിർക്കുകയായിരുന്നു. ടിനിയെ ജയിലിൽ കയറ്റാനാണോ ശ്രമമെന്നും ശ്വേത യോഗത്തിൽ ചോദിച്ചുവെന്ന്. കൊള്ളാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ലതും അറിയാവോ കാണുന്ന പ്രേക്ഷകരോട്? ഞാനൊരു കാര്യം തുറന്ന് പറയാം. ഞാനൊരു ജെനുവിൻ സോഴ്സിലൂടെ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയ കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ജാതി, മതം, അത് ഇത് മറ്റേത്, വലിപ്പം, ചെറുപ്പം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഒറ്റ വ്യക്തിയാണ് അൻസിബ. അവർ പെട്ട് നിൽക്കുകയാണ്. അവർ അമ്മയിൽ നിന്ന് രാജിവെച്ചിട്ടില്ല. എക്സിക്യൂട്ടീവ് മെമ്പർ ആ ഒരു സ്ഥാനമാണ് അവർ രാജിവെച്ചിട്ടുള്ളത്. അമ്മയിൽ നിന്ന് അവർ രാജിവെച്ചിട്ടേ ഇല്ല. അവരെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവരെ. ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ കൂടെ ഇപ്പം ഈ അടുത്ത് അവരെ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു കേസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് എനിക്ക് വരാനും പറ്റാത്തൊരവസ്ഥയാണെന്ന്. അവർക്ക് 10 ആൾക്കാരോട് കാര്യങ്ങൾ വിളിച്ചു പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, എന്താ പറയുക, ജസ്റ്റിസ് ഫോർ അൻസിബ എന്നൊന്ന് കമന്റ് ഇടുക നിങ്ങൾ. ഈ പെണ്ണിന് നീതി കിട്ടണം. ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് തന്നെ പറയണം. നമ്മുടെ ഈ അടുത്ത സമയത്ത് അറിയാലോ, കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എല്ലാവരും ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ്, അദ്ദേഹം മതി. കാരണം കേരളത്തിലെ എല്ലാ ജനങ്ങളും കൂടെ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് അവിടെ പോയി തെറി വിളിക്കുന്നു, മെയിൽ അയക്കുന്നു. കാരണം കേരളത്തിലെ ജനങ്ങൾ ആദ്യമായിട്ട് സെലക്ട് ചെയ്തൊരു വ്യക്തിയാണ്. ആണോ അല്ലയോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ല. കാരണം എന്താണെന്നറിയോ, നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായി നിന്ന പോലെ അതുപോലെ തന്നെ ഇവർക്കും ജസ്റ്റിസ് കിട്ടണം. ഉറപ്പായിട്ട് കിട്ടിയേ പറ്റത്തുള്ളൂ. കാരണം സിനിമയില നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവറ്റകളൊക്കെ ഇരുന്ന് സിനിമ കാണണമെങ്കിൽ നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവന്മാർ പോയി ഇരുന്ന് കാണണം. 110 രൂപയുടെ ടിക്കറ്റും കാര്യങ്ങളും എടുക്കുകയൊക്കെ ചെയ്യും. നമ്മൾ പോയി എടുത്തിട്ടാണ് ഈ ഒരു നിലയിലും ഈ മുന്തിയ കാറിലൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നത്. ജനങ്ങളുടെ പൈസയാണ്. ജനങ്ങളാണ് ഇവരുടെ ഒരു പടം ഹിറ്റാവണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ ജനങ്ങളാണ്. ആണോ അല്ലയോ? ഇപ്പം നമ്മളൊക്കെ ഒന്ന് വിചാരിച്ചാൽ ഇവറ്റയുടെയൊക്കെ പടം പൊട്ടിക്കാനേ ഉള്ളൂ. മനസ്സ് വെച്ചാലാ. ഇപ്പൊ ആ കൊച്ചു നേരിടുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയുന്നതിന്റെ അപ്പുറമാണ്. ഒരുപാട് കാര്യങ്ങൾ, ജാതി, മതം, അത് ദ്രോഹം. ഓക്കെ, ഞാൻ ബാക്കിയും കൂടെ വെച്ചു തരാം. ലാലേട്ട് കണ്ടിട്ട് സഹിക്കുന്നില്ല. 10 പ്രാവശ്യം കണ്ട അതുപോലെയാണ്. അപ്പൊ ഞാൻ കുറെ പ്രാവശ്യം വീണുണ്ട്. അപ്പൊ ഓരോ വട്ടം എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ദേഷ്യവും സങ്കടവും കലർന്ന സ്വരത്തിൽ വന്ന് പറയും. അവസാനം പിന്നെ ഇത് കണ്ടോണ്ടിരിക്കാൻ വയ്യാഞ്ഞിട്ട് തിരിഞ്ഞു. ഓക്കെ, ഇതിപ്പോ മോഹൻലാലിന്റെ കാര്യമാണ് പറയുകയൊക്കെ ചെയ്തത്, സിനിമയുടെ. ഇപ്പം ദൃശ്യം 3 ആണല്ലോ ഇപ്പൊ റിലീസ് ആവുകയൊക്കെ ചെയ്തത്. ഇതിപ്പം ഈ പെണ്ണിനാണെങ്കിൽ സിനിമയിൽ ദൃശ്യം 1 പിന്നെ 2 പിന്നെ അങ്ങനെ അപൂർവമായിട്ട് എന്തെങ്കിലും കൊച്ചു കൊച്ചു സീനുകൾ മാത്രമേ ഇവർ അഭിനയിക്കുന്നുള്ളൂ. ഇവർക്ക് അങ്ങനെ കൂടുതൽ ചാൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഉള്ള കാര്യം തുറന്നു പറയാം, ദൃശ്യം സ്റ്റാർ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഈ അടുത്ത സമയത്ത് ബിഗ് ബോസിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ പടമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ പോലും ആൾക്കാർ ആ ഒരു പുച്ഛത്തില്ല, നീയൊക്കെ ദൃശ്യം ആ ഒരു ലെവലിലെ സംസാരം പോലും അതിനകത്ത് നടന്നിട്ടുണ്ട്. ഈ ഒരു പടം കൊണ്ടല്ലേ മോളിങ്ങനെ പിടിച്ച് നിൽക്കുന്നതെന്നുള്ള രീതി വരെ ചില ആൾക്കാർ കുത്തി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു ക്ലിപ്പും കൂടെ ഇവിടെ വെച്ച് തരുന്നത്. ഞാൻ മതതീവ്രവാദിയാണ്, ജിഹാദിയാണ്, ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ പെണ്ണിന് അതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ജിഹാദിയാണ്, അതാണ്, മറ്റാണെന്നൊക്കെ എന്ന് പറയുമ്പോൾ നാല് ടിനി ടോമിനെ പോലുള്ള പല നാറി, അവന്റെ മോനെ പോലും നന്നാക്കാത്തവനാണ്. അവന്റെ മോനെ ഇതിന്റെ അപ്പുറം തോന്നിയ ദിവസം കാണിച്ച് നടക്കുന്ന അവനെ നന്നാക്കാതെ നാട്ടുകാരുടെ കാര്യം നോക്കി നടക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവനൊക്കെ എന്തിനാണ്? കാരണം ഇവന്റെയൊക്കെ കള്ളങ്ങളും കാര്യങ്ങളും അതിനകത്ത് ഒരുപാട് തോന്നിവാസങ്ങളും നടക്കുന്നതുകൊണ്ടാണ്. അതൊക്കെ ഇവർക്കറിയാം. ഇവിടെ നേരെ വാ നേരെ പോ ഒന്ന് പോകുന്നൊരു ടീമാണ്. നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ അറിയുന്നതാണ്. പ്രത്യേകിച്ച് അൻസിബയുടെ ക്യാരക്ടർ ഇപ്പോൾ ഓക്കെ, ഞാൻ പറയുന്നുണ്ടാ, ഈ ബിഗ് ബോസ് കാണുന്നവർക്ക് അറിയാം പുള്ളിയുടെ ക്യാരക്ടർ എന്താണെന്ന്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യത്തിൽ മാത്രം ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ ഊഹിക്കാന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ നടക്കുന്ന കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പറയുന്നതിന്റെ അപ്പുറമാണ്. ഇതെല്ലാം സഹിച്ചു കേട്ടാണ് ഈ പുള്ളിക്കാരി എത്തി അവിടെ നിൽക്കുന്നത്. കണ്ടുകൊണ്ടിട്ട് മകനെ അങ്ങനത്തെ ഒരു ആരോപണം ഞാൻ കേട്ടു. അതുകൂടാത്തതിന് എനിക്ക് ഈ ലോകത്ത് അർഹത ഇല്ലാത്തത് ആർക്കാന്ന് എനിക്കറിയില്ല. അത്രയും അവിഹിത കഥകൾ എന്നെ പറ്റി. ഒരു വനിതാ എക്സിക്യൂട്ടീവ് അംഗം എനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ വ്യാജ പരാതി കൊടുത്ത് പിന്നെ 3 മണിക്കൂറോളം ഹറാസ് ചെയ്തു ആ പോലീസ് സ്റ്റേഷനിൽ. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ പരാതി ഇട്ടു, അമ്മയിലേക്ക് ഒഫീഷ്യൽ മെയിൽ ഇട്ടു. അപ്പൊ പ്രസിഡന്റ് എവിടെയാണ്? തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്ത് 3 മണിക്കൂർ ചോദ്യങ്ങൾ ചെയ്ത് അതുപോലത്തെ വൃത്തിയായിട്ട രീതിയിലുള്ള സംസാരമൊക്കെ മോളിൽ നിന്ന് വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം വി.ഡി. സതീശന് കൊണ്ട് കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനിരിക്കുകയാണ് അൻസിബ മുഖ്യമന്ത്രിക്ക് നേരിട്ട്. പുള്ളിക്കാരനാണെങ്കിൽ ഉറപ്പാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റുപിടിക്കുകയും ചെയ്യും. കർശനമായിട്ടുള്ള പരിപാടി, നല്ല പണി കൊടുക്കും, ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ അൻസിബയ്ക്ക് നീതി കിട്ടണം. ഞാൻ പിന്നെ പരാതിപ്പെടാനൊന്നും പോയിട്ടില്ല. എനിക്ക് വയ്യേ, എനിക്ക് അവിടെ നിൽക്കേണ്ടെന്നാ തോന്നിയത്. ജസ്റ്റിസ് ഫോർ അൻസിബ, അത് ഞാൻ ഒന്നും കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുക. അത് എല്ലാവരും കമന്റ് ബോക്സിൽ കാണണം. ഇപ്പം മിക്ക യൂട്യൂബേഴ്സും അത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ വേണം. നിങ്ങൾ എല്ലാവരും അത് കമന്റ് ഇടണം. എല്ലാവരും നിങ്ങൾ എവിടെയൊക്കെ ഏതെങ്കിലും ഒരു മൂവിയുടെ ട്രെയിലറോ കാര്യങ്ങളോ വരുവാണെങ്കിൽ അവിടെയും പോയിടണം.
ഏതെങ്കിലും മലയാളം മൂവിയുടെ കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ തമിഴായാലും കുഴപ്പമില്ല, അങ്ങ് പോയി ഇട്ടേക്കണം. ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് തന്നെ അങ്ങ് ഇട്ടേക്കണം. നിങ്ങൾ എൻ്റെ ഒരു അപേക്ഷയായിട്ട് നിങ്ങൾ ഇത് കാണണം. കാരണം നീതി കിട്ടണം. ഈ ഒരു പെണ്ണിന് നീതി കിട്ടിയേ പറ്റൂ. ഞാനിപ്പോ അമ്മയില് 10 വർഷമായി എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട്. ഈ ബിൽഡിംഗ് പണിയുന്നത് മുതൽ കൂടെ നിൽക്കുന്നതാണ്. ഇതുവരെയായിട്ടും എന്റെ പേരിൽ ഒരു ആരോപണം ഒരു മെമ്പറും ആരോപിച്ചിട്ട് ഇതുവരെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഏതെങ്കിലും നമ്മുടെ ഇവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സിനോട് ചോദിക്കരുത്, സാധാരണ മെമ്പേഴ്സിനോട് ഇവിടുത്തെ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നതല്ലാതെ ഒരു മോശമായ മെസ്സേജോ ഒരു മോശമായിട്ടുള്ള പ്രവർത്തനം എന്തെങ്കിലും ഉണ്ടായിട്ടില്ല. സ്റ്റേജ് ഷോസ് നടക്കണം. അതെ, നിന്റെ മൂടും താങ്ങി നടക്കുന്ന ഒരുപാട് ആൾക്കാർ അവിടെ കാണും. അതുകൊണ്ടായിരിക്കും. പറഞ്ഞ് മനസ്സിലായോ? എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവുകയാണെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. ഈ പെണ്ണ് നേരെ നേരെ പോകും. പണ്ട് ഇതുപോലെ തന്നെ അവൾ എന്ത് കാര്യങ്ങളാണെങ്കിൽ കറക്റ്റായിട്ട് പറയും. ഓവറായിട്ട് സംസാരിക്കാനൊന്നും പോകത്തില്ല. അത് അവളെ പറയുക, തീർക്കുക, പോവുക. അതാണ് അൻസിബയുടെ ഒരു ക്യാരക്ടർ. ആ ക്യാരക്ടറിനെ മിസ്യൂസ് ചെയ്യാനാണ് ഇവർ സത്യത്തിൽ ശ്രമിച്ചത്. ഇത് പല ആൾക്കാർക്കും അറിയാം. പിന്നെ എന്തുകൊണ്ട് അവർ പറയുന്നില്ലെന്ന് വെച്ചാൽ അവരൊക്കെ നിലനിൽപ്പ് കൊണ്ടാണ്. നാളെ ഒരു കാലത്ത് സിനിമയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അവർക്കുള്ള പെൻഷനോ കാര്യങ്ങളൊക്കെ ഇവനെ പോലുള്ള നാറികൾ വിചാരിച്ചാൽ കട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവരൊന്നും മിണ്ടാതെ നിൽക്കുന്നത്. അത് ഞാൻ സ്റ്റേജിൽ വിളിച്ചു നോക്കുന്നതാണ്. അപ്പൊ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെ ചെയ്തു വിളിക്കുന്നതല്ലാതെ അല്ലാതെ പേഴ്സണൽ വിളിച്ചിരിക്കുന്നതല്ല. പിന്നെ ഞാൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നു, വേറെ ആള് പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടില്ല. എനിക്ക് എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ജിഹാദി, എന്റെ കൂട്ടുകാർ മൊത്തം മുസൽമാന്മാരാ. ഇപ്പൊ ഇവിടെ വരുന്നവരെല്ലാം എന്റെ അടുത്തുള്ള കറുകപ്പിൽ എന്റെ സുഹൃത്തുക്കളാണ്. ഓ ആയിക്കോട്ടെ, നിന്റെ സുഹൃത്തുക്കളുടെ കഥകളൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇവന്റെ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഒരുപാട് കേസ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒന്നും ഇവിടെ പറയുന്നില്ല. സമയമാകുമ്പോൾ നമ്മൾ എല്ലാ തെളിവ് സഹിതം പുറത്തു വിടണം. നമ്മൾ അതുപോലത്തെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കുന്നത്. പല സോഴ്സസ് കൂടെ ആണെങ്കിൽ പോലും നമ്മുടെ ഫ്രണ്ട്സ് യൂട്യൂബേഴ്സ് ആണെങ്കിൽ പോലും വിളിച്ച് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി മെയിനായിട്ടുള്ള ആൾക്കാരൊക്കെ അവരോടും സംസാരിച്ച് ഞാനും 2 ആൾക്കാരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അറിയാലോ, ഓൺലൈൻ മീഡിയസ് കാര്യമായിട്ടൊക്കെ നമുക്ക് നല്ല പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരോരൊന്ന് തിരക്കി പിടിച്ച് അല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ പെണ്ണ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഭയങ്കര എന്താ പറയുക, തേനീച്ച കൂട്ടിപ്പെട്ടി നിൽക്കുന്ന അവസ്ഥ. ആ ഒരു അവസ്ഥ നിൽക്കുകയാണ്. നമ്മുടെ ഒരു ഈസി മീറ്റിംഗിന് ശേഷം അൻസിബ പെട്ടെന്ന് പോകേണ്ടി വന്നു. ബിക്കോസ് നോമ്പിന്റെ സമയമായിരുന്നു. നീന കുറുപ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ നീന കുറുപ്പ് അൻസിബയുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ചില സമയങ്ങളിലൊക്കെ അറിയാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ ഇവരും അവിടെ ഇവിടെ നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് പോവാണ്. പിന്നെ അൻസിബയ്ക്ക് ആരുമില്ല കൂടെ. അവസാനം ഇച്ചിരി കൂടെ താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഈ പറയുന്ന നീന കുറുപ്പ് മാത്രമേ ഉള്ളൂ. അവരെ എനിക്ക് തോന്നുന്നു ഈ ലക്ഷ്മിപ്രിയയുടെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും കൂടെ ഫൈറ്റാണ്. അതേ ലക്ഷ്മിപ്രിയാണ് ഈ പറയുന്ന അൻസിബയ്ക്കെതിരെ നിൽക്കുകയും കൂടെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ടായിരിക്കാം ഈ നീനക്കുറിപ്പ് ഇവിടെയും അവിടെയും കൂടെ നിൽക്കുന്നത്. ഓക്കെ, എന്തായാലും ഈ പെണ്ണ് പെട്ട് നിൽക്കുക, ഉള്ളാരും പറയാലോ. കാരണം ഇവർക്ക് ആപ്പാടൊരു സമാധാനമുള്ള ഈ ഒരു വ്യക്തിയിൽ നിന്നാണ്. പക്ഷെ ഇവരും ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നവർക്ക് ടോക്ക് അവിടെ ഉണ്ട്, ഉള്ളാരും പറയാലോ. ഇനി വളരെ മോശമായിട്ട് അൻസിബയെ അച്ചോച്ച് സംസാരിച്ചു. ഇങ്ങനെ DNA ശരിയല്ല. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ 3 ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. 1, 2 അല്ല, 3-4 ഗ്രൂപ്പ് ഉണ്ട്. അപ്പം 2 ഗ്രൂപ്പിൽ നിൽക്കും, ഒരു ഗ്രൂപ്പിൽ പൂർണ്ണമായിട്ട് വെറുക്കും, അങ്ങനെയൊക്കെയുള്ള ടൈപ്പ്. ഓക്കെ ചേച്ചി പറ. അത് കേട്ടവർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ അപ്പൊ തന്നെ ടിനിക്ക് അവരോട് പറഞ്ഞു, ടിനി ഞാൻ ഇത് അൻസിബയെ വിളിച്ച് പറയാൻ പോവാ. ടിനിയുടെ മുന്നിൽ നിന്നിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ടിനി കാണുന്നുണ്ട് തന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലം, അവിടെ നിന്നിട്ടാണ് ഞാൻ അൻസിബയെ ഫോൺ ചെയ്യുന്നത്. അത് ഒരു പ്രാവശ്യമല്ല, DNA ശരിയല്ല 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ കോൾ ചെയ്യുന്നത്. ഇപ്പൊ അൻസിബ ഇത് എവിടെ വെച്ച് അൻസിബ ഇത് പറഞ്ഞാലും ആര് കേട്ടു എന്ന് ചോദിച്ചാല് ഞാൻ പറയും ഞാൻ കേട്ടു എന്ന്. പിന്നീട് ഈ വകയിലെ അറ്റാക്കും അഗ്രസീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലേഡീസ്, പ്രത്യേകിച്ച് എന്നോട് അൻസിബയോട് ടുവേർഡ്സ് നമ്മുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനോടും അതേ അഗ്രസീവ് നേച്ചർ. സിനിമയിലെ സീനിയറോ ജൂനിയറോ ഒന്നും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ നീനക്കുറുപ്പൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ വന്നൊരു ആൾക്കാരാണ്. വർഷങ്ങൾക്ക് മുമ്പ്. അന്നൊക്കെ ടിനി എനിക്ക് തോന്നുന്നു ഇല്ല, ഫ്രെയിമിലേ ഇല്ല ആ ഒരു വ്യക്തി. പറഞ്ഞില്ലേ, വന്നൊന്ന് ക്ലിക്കായി കഴിഞ്ഞ് എന്തെങ്കിലും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ സീനിയറോ ഒന്നുമില്ല, അടിച്ച് ഒരു മൂലയ്ക്കാക്കുക എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ ഇവറ്റ അടക്ക സ്വഭാവം. നമ്മുടെ ഒരു നടനുണ്ടല്ലോ രഞ്ജിത്ത്, അദ്ദേഹത്തിന് അടിക്കുകയുണ്ടായി ഒരു പ്രായം ചെന്നൊരു മനുഷ്യനെ. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ അങ്ങ് മറന്നുപോയി. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം. ഇപ്പം നീന ഗ്രൂപ്പിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ, ഇവൻ്റെയൊക്കെ അണ്ടറിൽ കിടക്കേണ്ട അവസ്ഥ. കാരണം അതുപോലാണ് ടിനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് അതുപോലെ ഹോൾഡ് ഉണ്ട്. പാർട്ടിയിലാണെങ്കിലും പോലീസിലാണെങ്കിലും അതുപോലെ ഹോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാര്യം അവന് ചെയ്ത് തീർക്കാനാണെങ്കിൽ അവൻ തീർക്കും. ഇലയ്ക്കും മുള്ളിനും കയറില്ലാത്ത രീതി അത് വെട്ടിയിട്ടാണെങ്കിൽ അവൻ തീർക്കുന്ന ഒരു ഇനമാണ്. അത് നമുക്ക് മോൻ്റെ കേസ് ഇട്ട് വന്ന് പറഞ്ഞത് അതൊന്നും ഞാൻ അന്വേഷിച്ചായിരുന്നു. അന്വേഷിച്ചപ്പം അതുപോലെ പ്രഷർ കൊടുത്തു, അതുപോലെ പ്രഷറും കാര്യങ്ങളൊക്കെ കൊടുത്തൊരു വ്യക്തിയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഭരണമൊക്കെ മാറിയില്ല, ഇനി പ്രഷറും കോപ്പമൊക്കെ കൊടുക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാ കാര്യങ്ങളൊക്കെ പോകുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. അത് അന്നത്തെ ദിവസം അങ്ങനത്തെ വാക്ക് പറഞ്ഞിട്ടില്ല. അത് മറ്റൊരു ദിവസം ഒരു കോൺവെർസേഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു 3-4 പേരായിട്ട്. ആ റൂമിലേക്ക് ഞാൻ കയറി ചെല്ലുന്നു. അപ്പോൾ ഇവരുടെ സംസാരമാണ്
ഈ വർത്തമാനം. ടിനിയും ലക്ഷ്മിപ്രിയും ഒരേ നേച്ചറിൽ ഇതുപോലെ പലരോടും സംസാരിക്കാറുണ്ട്. ആരും അവരെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്തത്. ലക്ഷ്മിപ്രിയയുടെ കാര്യം ഞാൻ പറയുന്നതാണ് നിങ്ങൾക്ക് അറിയാലോ. ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു സ്ത്രീ സ്വയം പൊങ്ങി എന്റെ ജീവിതത്തെ ഞാൻ കണ്ടില്ല. വർണ്ണനയാണ്. എന്റെ പൊന്നോ, കുലസ്ത്രീ എന്ന് പറയത്തില്ലേ. കേരളത്തിലെ സ്ത്രീകളെല്ലാം ഇവരെ കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിലാണ് ഇവരുടെ സംസാര രീതികളൊക്കെ കാണുമ്പോൾ തന്നെ. കാരണം അതുപോലുള്ള പക്വത രീതികൾ, മറ്റുള്ളവരുടെ പെരുമാറുന്ന രീതികൾ, ആ തൊട്ടുതൊഴല്, ഈ എന്താ പറയുന്നത്, തൊഴുതുകൊണ്ട് വന്നിട്ട് കാല് പിടിച്ച് കാലെ വരെ അടിക്കാന്ന് പറയുന്ന ഒരു ടീമാണ് അവർ. ബിഗ് ബോസിൽ വന്ന സമയത്താണെങ്കിലും നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ സപ്പോർട്ട് ചെയ്ത് അപ്പോഴത്തേക്ക് കുറേ ജനങ്ങൾ ലക്ഷ്മിപ്രിയ വാഴ്ത്താൻ തുടങ്ങിയായിരുന്നു. അയ്യോ ചേച്ചി ചേച്ചി ചേച്ചി, അവസാനം ബുള്ളറ്റ് ചെയ്താ പോയത്. ഇതുപോലൊരു നാണം കെട്ട വർക്കത്തിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ആ ഒരു ലാസ്റ്റ് എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും. ആ മതിലേലും തൂണയിലും ഒക്കെ പിടിച്ചിട്ട് വർണ്ണനയും കാര്യങ്ങളും ഒക്കെ. ഈ ഇലക്ഷനിൽ നിൽക്കാൻ ഞാൻ നന്നായി, അല്ലെങ്കിൽ BJP പാർട്ടിക്ക് തന്നെ ഏറ്റവും കൂടുതൽ നാണക്കേടാ ഞാൻ. പുള്ളി ഫ്രെയിമിൽ വന്നൊരു 2 മിനിറ്റ് വരെ ആൾക്കാർ ട്രോളി കൊല്ലുമായിരുന്നു പുള്ളിക്കാരിയെ. ഉള്ളതായിരുന്നു തുറന്ന് പറയാലോ. ഒരു വേസ്റ്റ്, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ആർക്കൊരു ഗുണവും ഇല്ല, ദോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെ മാറ്റി നിർത്തണം. അതിനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം. കുറച്ചൊരു ബഹുമാനമുള്ളത് പ്രസിഡന്റിന്റെ അടുത്താണ്. ഈ ഒരു ടീമിനെ വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല. അൻസിബ രാജിവെച്ചപ്പോൾ അവിടെ സന്തോഷം പ്രകടിപ്പിച്ചു 2-3 പേരെന്ന് ഞാൻ അറിഞ്ഞു. അടുത്ത സന്തോഷം ഞാൻ രാജിവെക്കുമ്പോൾ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടാണ് അവർ രാജിവെച്ചിട്ട്, അമ്മയെന്ന് അവര് രാജിവെച്ചിട്ടില്ല. ഓക്കെ, അത് ശ്രദ്ധിച്ച് അറിയണം കേട്ടോ. അവർ പ്രകടിപ്പിക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്തോണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എന്തായാലും കുലസ്ത്രീയുടെ സംസാരം ഒന്ന് വെക്കാം. ഞാനത് വെച്ചിട്ടില്ലായിരുന്നു, നിങ്ങളൊന്ന് കേൾക്കുക. അൻസിബ ഹസനെതിരെ വ്യാജ കേസ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വനിതാ എക്സിക്യൂട്ടീവ് അംഗം വേറെ ആരുമല്ല, അത് അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ലക്ഷ്മിപ്രിയ എന്ന ഞാനാണ്. അമ്മയുടെ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ എന്ന ഞാൻ മാസ് അടിക്കാൻ നോക്കിയാണെങ്കിൽ വെറും ഊളത്തരമായെന്നേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങളുടെ ഒരു വിചാരമുണ്ട് നിങ്ങൾ വലിയ കൊമ്പത്തെ ഇതാണെന്നുള്ള രീതി. കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ ശരിക്കും വെറുക്കുന്നുണ്ട്. സ്ത്രീയെ ശരിക്കും വെറുക്കുന്നുണ്ട്. നിങ്ങളെ സത്യം പറയില്ല, പുച്ഛം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ആ സംസാര രീതികൾ, അന്ന് നിങ്ങളുടെ അമ്മയുടെ ഗ്രൂപ്പിനകത്ത് നിങ്ങൾ സംസാരിച്ച രീതികൾ, നിങ്ങളുടെ പ്രാക്ക്, നിങ്ങളുടെ രീതികൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെപ്പോലെ ഒരു ഊട്ടായ്പ സ്ത്രീ. പിന്നെ അവിടെയുള്ള ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇപ്പം ഇങ്ങനെയുള്ള രീതി സംസാരിച്ചെന്നുള്ള രീതിയിൽ. അപ്പം തന്നെ നിങ്ങളുടെ സ്വഭാവം എന്താണ്, നിങ്ങളെന്താ പറഞ്ഞ വ്യക്തി എന്താണെന്ന് ബാക്കിയുള്ളവർക്കും മനസ്സിലാവും. നിങ്ങളാണ് വിഷം എന്നുള്ള രീതിയിൽ ആ ഗ്രൂപ്പിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ വോയിസ് ഞാൻ വെച്ചിട്ടുണ്ട്, നിങ്ങൾ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പോഷൻ വെച്ച് മെൻഷൻ ചെയ്താൽ ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇട്ട് തന്നേക്കാം. അപ്പോഴും ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം, ജസ്റ്റിസ് ഫോർ അൻസിബ എന്നും കൂടെ ഒന്ന് കമന്റ് ഇടാൻ മറക്കല്ലേ. പരമാവധി ഷെയർ ചെയ്യണം, ലൈക്കും കൂടെ കൊടുത്തേക്കണേ. പരമാവധി വിഷയം ഷെയർ ചെയ്യണം. ഇവർക്ക് നീതി കിട്ടിയേ പറ്റത്തുള്ളൂ. ഡിസംബർ 10-ാം തീയതി രാത്രിയിൽ അൻസിബ ഹസൻ എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. എന്റെ വീട്ടിൽ ഈ മെസ്സേജിനെ ചൊല്ലി പല പ്രശ്നങ്ങളും ഉടലെടുക്കാൻ അത് കാരണമാകുന്നു എന്ന ഘട്ടത്തിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു, അൻസിബ എന്റെ വീട്ടിലേക്ക് വരണം. അതിനൊന്നും ആ കുട്ടി തയ്യാറായില്ല. ഇതിന്റെ എല്ലാം പിന്നിൽ നീന കുറുപ്പ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വ്യക്തിയാണ്. അൻസിബ ഇത് വളരെ യൂഷ്വൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ അവിഹിതം എന്ന് പറയുന്ന ഒരു വാക്ക്. ഇതിനെല്ലാത്തിനും പിന്നിൽ ആരാ? നീനാക്കുറുപ്പും ഈ പറയുന്ന വ്യക്തിയും തമ്മിൽ ഉടക്കാന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. കാരണം ഒരാളോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ ലക്ഷ്മിപ്രിയ എന്ത് കൊടുക്കും, അത് തന്നെ വെച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത് ആ BB കാണുമ്പോൾ അറിയാം. ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഇതായിട്ട്. ആ ബ്ലെസ്ലിയുടെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ബ്ലെസ്ലി ഈ എന്താ പറയണ്ടേ, ഇടയ്ക്ക് അങ്ങോട്ടില്ല 95-ാമത്തെ ദിവസം അങ്ങോട്ട് വൈൻ കുടിക്കുന്നുണ്ട്. അവനങ്ങോട്ട് വൈൻ കൊണ്ടുവച്ചപ്പോൾ അങ്ങോട്ട് വൈൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് നോട്ട് ചെയ്ത് ആ ഷോയിൽ കഴിഞ്ഞ് അവരെല്ലാവരും കൂടെ പാർട്ടി ഉണ്ടായിരുന്നു. അന്ന് അവിടെ വെച്ച് അങ്ങോട്ട് സ്മോക്ക് ചെയ്തെന്നും പറഞ്ഞിട്ട് അത് വന്നിട്ട് ഇന്റർവ്യൂ ചെയ്തെന്ന് പറയുന്നത് ഐഡിയ സ്റ്റേഷനിൽ അവിടെ പോയി പറയുന്നത്. ഇവർക്ക് ഇപ്പോഴും ആ മനസ്സിലൊരു പകയുണ്ടെങ്കിൽ അത് വീട്ടാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന സ്ത്രീ. അത് ആ ബിഗ് ബോസ് സീസൺ കണ്ടവർക്ക് മനസ്സിലാവും. അത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴും അവനെ കുറ്റം പറയാനായിരുന്നു ഇവരുടെ സ്ഥിരം പരിപാടിയും കാര്യങ്ങളൊക്കെ. അത് ഇപ്പം ഞാനിത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 4 മാസം മുമ്പ് ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ വോയിസ് തന്നെയാണ്, ലിങ്ക് ഷെയർ ചെയ്യാന്ന് പറഞ്ഞ്. ആ വോയിസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നീന കുറുപ്പിനോട് എത്രമാത്രം ഇവർ വെറുക്കുന്നുണ്ട് എന്നുള്ളത്. ആ വോയിസിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ആ വോയിസ് കേൾക്കുമ്പോൾ അത്രയ്ക്ക് എത്രമാത്രം ഉണ്ട്. അതാണ് ഇപ്പോൾ അവർ ഈ സംസാരിക്കുന്നത്. ഇപ്പോഴും പറഞ്ഞില്ലേ, കറങ്ങി തിരിഞ്ഞ് നീനാക്കുറുപ്പിന്റെ അടുത്ത് വന്ന് അവിടെ നിൽക്കുന്നതിന്റെ റീസൺ ഇതാണ്, വൈരാഗ്യം. ആ വൈരാഗ്യം അൻസിബയോട് നല്ല രീതിയിലുണ്ട്. പറ്റിപ്പോയി. എന്റെ ഭാഗത്തൊന്നും സംഭവിക്കാൻ പാടില്ലാത്ത, അങ്ങനെ പറയാൻ പാടില്ലാത്തത് എന്റെ ഭാഗത്തൊന്നും സംഭവിച്ചു പോയി. മനുഷ്യനല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോ അങ്ങനെ ഉണ്ടായി. ഞാൻ പറഞ്ഞതാണ്, അത് സ്ഥിരം പറയുന്നുണ്ടല്ലോ കൊച്ചമ്മേ. സ്ഥിരം പറയുന്ന ഒരു കേസായിട്ടാണല്ലോ, ഇന്നും ഇന്നലെയായിട്ടോ അല്ലല്ലോ. സ്ഥിരം പറയുന്ന ഒരു പല്ലവിയാണ് മേഡത്തിന്. നമുക്ക് നല്ല രീതി അറിയാം മേഡമേ. ഇത് തന്നെയാണ്. പക്ഷേ എന്നിട്ടും അവർ എനിക്കെതിരെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അടുത്ത ദിവസം വേറെ പരാതി കൊടുക്കുന്നതാണ് ഞാൻ കാണുന്നത്.
എന്നിട്ട് ഡിസിപ്ലിനറി കമ്മിറ്റി ഇങ്ങനെ മുന്നോട്ട് പോയി. അതിപ്പറേ ഒന്നും അല്ലാത്ത അവസ്ഥയിലായി. എന്നിട്ടും കഴിഞ്ഞ മീറ്റിംഗ് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അവിടെ ടിനി ടോം രാജിവെക്കാനായിട്ട് തുടങ്ങി, ഞാൻ രാജിവെക്കാൻ തുടങ്ങി. എന്തിനാ ഞങ്ങളുടെ പ്രസിഡന്റ് പോലും പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിറങ്ങുന്ന അവസരമുണ്ടായിരുന്നു. അന്ന് ഞാൻ തിരിച്ചു കയറി ചെന്നിട്ട് പറഞ്ഞു, ഇനിയും ഒരു അവസരം എനിക്ക് കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് ഞാൻ നീന ചേച്ചിയോട് പറഞ്ഞു പോയ കാര്യങ്ങൾക്ക് ഞാൻ എന്താ പറയുക, സമസ്താപരാധം പറഞ്ഞ് ഞാൻ മാപ്പ് പറയുകയാണ്. ചേച്ചി എന്റെ മാപ്പ് ഉൾക്കൊള്ളണം എന്ന് എനിക്ക് നിർബന്ധമില്ല, പക്ഷെ എനിക്ക് എല്ലാ അംഗങ്ങളുടെ മുന്നിൽ വെച്ച് പറയണമായിരുന്നു എന്ന് പറഞ്ഞു. ഓ എന്റെ ദൈവമേ, കുലസ്ത്രീ എന്തൊക്കെയാണോ ഈ എഴുതി ചുമയെന്ന് ഓർക്കുമ്പോഴാ. ഓക്കെ അടുത്ത കളി കാണിച്ചു തരാം. അടുത്തൊരു കളി ഞാൻ കാണിച്ചു തരാം. അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനെയാണ് ഇത്രയും, അതിനകത്ത് പ്രഗത്ഭരായ എത്ര ആൾക്കാരുണ്ട്. പത്മശ്രീ കിട്ടിയ ലാലേട്ടനടക്കം മമ്മൂക്കടക്കൊക്കെ ഉള്ള ഒരു സംഘടനയെ ഇതുപോലെ മാധ്യമങ്ങളുടെ ഇടയിൽ നിങ്ങൾ വേണം, നിങ്ങളെല്ലാം അറിയണം, നിങ്ങൾ വഴി ഞങ്ങളും അറിയുന്നുണ്ട്. പക്ഷെ ഈ ജനങ്ങളുടെ ഇടയിൽ വരുന്ന അമ്മയെ കുറിച്ച് മോശമായിട്ട് പറയുന്ന ഒരു ഇതിൽ വളരെ ദുഃഖിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. എന്നാ പിന്നെന്തിനാ ചേച്ചി വന്നിട്ട് മീഡിയക്കാർക്ക് ഇത് കൊടുക്കുന്നത്? അത്രയ്ക്ക് ആത്മാർത്ഥമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇതിന് 3-4 ദിവസം മുമ്പ് ടിനി ടോമിന് സപ്പോർട്ടായിട്ട് സംസാരിച്ചൊരു വ്യക്തിയാണ്. അത് കഴിഞ്ഞിട്ട് ഇവരിപ്പം മാറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അയ്യോ ഞങ്ങൾക്ക് ആർക്കും എതിരല്ല, രണ്ടുപേരും പാവങ്ങളാന്നുള്ള രീതിയിലാണ്. പുള്ളി അവിടെ നിന്നില്ല ഇവിടെ നിന്നുള്ളതെന്നുള്ള രീതിയിൽ നിൽക്കുന്ന ടൈപ്പാണ് ഇവരൊക്കെ. ആൻസിബയെ ശരിക്കും ഒറ്റപ്പെടുത്തി. ഇവരൊക്കെ ഒരു ഡബിളും ട്രിപ്പിളും സ്റ്റാൻഡും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളാണ്. എന്നിട്ട് ഇപ്പോൾ വരുന്ന ഡയലോഗ് അടിക്കുന്നത് ഈ ടിനി ടോം എന്ന് പറഞ്ഞവനെ ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ നസീറിൻ്റെ കാര്യം. പുള്ളിക്ക് ചാൻസ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് പുള്ളി ഒരുങ്ങിക്കെട്ടി വന്നിട്ട് അടൂർ ഫാസിയുടെ വീട്ടിൽ നിന്ന് കരച്ചിലായിരുന്നു പരിപാടി. അവൻ നാട് മൊത്തം ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു. ഇവിടെ മോഹൻലാൽ അത് ഇത് മറ്റേത് മറിച്ചെന്നൊക്കെ കൊച്ചമ്മ പറയുന്നുണ്ടല്ലോ. അത്രയും വലിയൊരു ലെജൻഡായിട്ട് ഇരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് തോന്നിയാസം പറഞ്ഞ ഒരു നടനാണ് ഈ പറയുന്ന ടിനി നാറി. അവസാനം മണിയമ്പിള്ള രാജു കണക്കിന് കൊടുത്തെല്ലാം കഴിഞ്ഞപ്പോൾ വന്ന് മാപ്പ് പറഞ്ഞു, ഞാനിപ്പോൾ UK അമേരിക്കയിലാണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ മറന്നിട്ടില്ല ചേച്ചി, നിങ്ങൾ പറഞ്ഞാലും. അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയയ്ക്കും തൃപ്പൂണിത്തുറ SI രേഷ്മയ്ക്കുമെതിരെ നടി അൻസിബ ഹസൻ നൽകിയ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി മുഖ്യമന്ത്രി. തുടർ നടപടികൾക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നടപടി അൻസിബയെ അറിയിച്ചിട്ടുമുണ്ട്. കലക്കി ഇത് VD സതീശനാണ്. പണി വാഴമ്പളത്തിൽ കിട്ടും. പഴയ ടീംസുകളൊന്നും അല്ല. ഇങ്ങനെ ഇതുപോലുള്ള കേസ് കേട്ടൊക്കെ വരുമ്പോൾ തള്ളിക്കളയുന്ന പരിപാടിയൊന്നുമില്ല. VD നേരെ പോകുന്നുള്ള ഐറ്റമാണ്. ഞാന് ഭയങ്കര മാനസിക വിഷമത്തിലാണ്. എന്നെ ഒരുപാട് ദ്രോഹിച്ചു, ഉപദ്രവിച്ചു, എന്നെ മെന്റൽ ഹരാസ് ചെയ്തു. ലക്ഷ്മിപ്രിയ എനിക്കെതിരെ നൽകിയൊരു വ്യാജ പരാതിയുടെ പേരിൽ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിലെ SI രേഷ്മ 3 മണിക്കൂർ ഹരാസ് ചെയ്തു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾസ് എല്ലാം അതുപോലെയൊക്കെ തന്നെ പെരുമാറിയത്. പിന്നെ ഒരു ASI ഉണ്ടായിരുന്നു വനജ, അവരൊക്കെ ഭയങ്കര മോശമായിട്ടാണ് ബിഹേവ് ചെയ്തത്. എന്നിട്ട് എനിക്കിതുവരെ ഒരു നീതി കിട്ടിയിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഒഫീഷ്യലി കംപ്ലൈന്റ് അയച്ചത്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും പ്ലീസ്. ആ പെണ്ണിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല. സിനിമാ ഫീൽഡാണ്. ഒന്നാമത് തന്നെ ജീവിതമാർഗം എന്ന് വെച്ചാൽ ഈ സിനിമയും ഇതുപോലുള്ള കൊച്ചു പരിപാടികളും കാര്യങ്ങളൊക്കെ അതും കൂടി ഇല്ലാണ്ടാക്കിയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച്. ഇനി ഈ ദൃശ്യം 4 വേണ്ടി വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. അത് എത്ര വർഷമാണ് ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഒരു അവസ്ഥയിലോട്ട് പോവാണ്. ഇവരെ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ ദ്രോഹിക്കുന്ന കുറേ ആൾക്കാർ. ചില ആൾക്കാരൊന്നും മിണ്ടാത്തതെന്ന് വെച്ചാൽ പെൻഷനും അതുമൊക്കെ ഓർത്ത് മാത്രമല്ല മിണ്ടായിരിക്കുന്നത്. ദിലീപ് ഉള്ള സമയത്തൊക്കെ ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ദിലീപൊന്നും ഇല്ല. ദിലീപ് ആണെങ്കിൽ ഒരു പെണ്ണുപിടിയനാക്കി ഒരു മൂലയ്ക്ക് ആയിട്ട് ഇങ്ങനെ നിർത്തിയേക്കാണ്. CBI റിപ്പോർട്ട് വന്നപ്പോഴാണെങ്കിൽ പോലും അദ്ദേഹം ക്ലീൻ ആണെന്ന് അറിഞ്ഞിട്ട് പോലും ഓരോ വ്യക്തികൾ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. തിരഞ്ഞെടുപ്പ് കാലത്ത് അമ്മയുടെ ഒരു ഭാരവാഹിയും എന്റെ അടുത്ത സുഹൃത്തുമായ ഒരു നടൻ എന്നോട് വളരെ വിഷമത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അൻസിബയുടെ പേര് കണ്ടപ്പോൾ നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു നടൻ പറയുകയുണ്ടായി, ആ മേത്തച്ചിയുടെ പേര് അതിൽ നിന്ന് വെട്ടിക്കളയുക, അവൾ മോഹൻലാലിന്. ബാക്കി ഞാൻ പറയുന്നില്ല, അത് അശ്ലീലം. ഓക്കെ, ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ആ പെണ്ണിന് നീതി കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരമാവധി സപ്പോർട്ട് കൊടുക്കേണ്ടത് നിങ്ങൾ ജനങ്ങളാണ്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞില്ല, ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പ് സമയമായപ്പോഴത്തേക്ക് ദേ കിടക്കുന്ന VD സതീശൻ മതി എന്ന് പറഞ്ഞ് കേരളം ജനങ്ങൾ പറഞ്ഞ പോലെ അതുപോലെ നമ്മൾ മലയാളികൾ പറഞ്ഞ് തീരാത്ത നമ്മൾ മലയാളികളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഉറപ്പാണ് ഞാൻ ഒരു കാര്യം തുറന്നു പറയാം, ഇത് കത്തും. ഇത് നല്ല രീതിയിൽ കത്തും. കാരണം അതുപോലത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് പേഴ്സണലി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് എഴുതുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. വീഡിയോസ് ഒന്ന് ലൈക്ക് അടിക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവർക്ക് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ബൈ, ലവ് യു ഓൾ. എന്തെങ്കിലും കറക്റ്റ് ഇൻഫോർമേഷനോ വല്ല വോയിസ് ഉണ്ടെങ്കിൽ വോയിസൊക്കെ ഉണ്ട്, പിന്നെ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഇടാത്തതാണ്. സിറ്റുവേഷൻ അതായതുകൊണ്ടാണ്. എന്തായാലും തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. ബൈ, ലവ് യു ഓൾ ഗൈസ്.